കക്കാട് മഹല്ല് വിദ്യാഭ്യാസ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ആസ്പെയർ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കക്കാട് തർബിയത്ത് സിബിയാൻ മദ്രസ ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങ് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹല്ലുകൾ എന്ന് പറയുന്നത് വളരെ വ്യവസ്ഥാപിതമായൊരു സംവിധാനമാണ്. ആ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മതപ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം പള്ളിക്കകത്തോ മദ്രസക്കകത്തോ അതല്ലെങ്കിൽ കേവലമായ ആത്മീയതക്കകത്തോ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. വിശാലമായ ലോകത്ത് എല്ലാ മേഖലയിലും കടന്നു ചെല്ലാൻ കെൽപ്പുള്ളൊരു സമൂഹമാണ് മുസ്ലിങ്ങൾ. കാലത്തോട് സംവദിക്കാൻ കഴിയുന്ന തലമുറയെ വളർത്തണം എന്നുള്ളതാണ്. ലോകത്തോട് സംവദിക്കാൻ കഴിയുന്ന സമൂഹമുണ്ടെങ്കിലേ ഇസ്ലാമിക പ്രബോധനം നടക്കൂ, നമ്മൾക്ക് മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് നമ്മൾ ലോകത്ത് ഒരു പ്രത്യേക സംസ്കാരമുള്ള ഒരു പ്രത്യേക ജീവിത രീതിയുള്ള ഒരു സമൂഹമാണ്. ആ ജീവിത രീതി കൃത്യമായി കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും അത് ബോധ്യമാവും. ഇന്ന് എന്തൊക്കെ ഇസ്ലാമിനെതിരെ ചലനങ്ങൾ ലോകത്ത് നടക്കുമ്പോഴും ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ പഠിച്ച് ചിന്തിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ഇത് ആകർഷണീയമായി തോന്നിയതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിശേഷം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചുവരവിൻ്റെ ഒരു മാർഗമായി അവർ കാണുന്നത് കേവലം സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. സാമ്പത്തിക ഉന്നമനം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി അവനിലുള്ള കഴിവ് പ്രകടമാക്കാനുള്ള അവസരം വിദ്യാഭ്യാസത്തിലൂടെ നേടിക്കൊടുക്കണം. വിവരമുള്ളവനാണെങ്കിൽ അവന് സമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടാവും. കാലഘട്ടത്തിനനുസരിച്ചുള്ള വിജ്ഞാനം സമൂഹത്തിന് നേടിക്കൊടുക്കലാണ് നമ്മുടെ കടമ. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നിങ്ങൾക്കറിയാം, എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. ഏറ്റവും നന്നായി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നത് 2006 അടുത്ത കാലത്ത്. അതിൻ്റെ പ്രത്യേകത 2006 നവംബർ മാസം 17 സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. അത് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ച് ചർച്ച ചെയ്തു. എന്താ നമ്മൾ കണ്ടത്? നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ ദയനീയമായ അവസ്ഥ. വളരെ പുറകിലാണ് നമ്മൾ. എത്രത്തോളം പുറകിലെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്ക്. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുത്ത് നോക്ക്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഞാൻ പറയുന്നത് കേവലം ഒരു മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവിന് വേണ്ടിയോ അല്ല, നമ്മുടെ അവസ്ഥ നമുക്ക് വിശദീകരിക്കാമല്ലോ. മറ്റുള്ളവരെ കഴിവ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ചിക സ്ഥാനമാണ് ഉദ്യോഗത്തിൽ. ഈ സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും നിയന്ത്രിക്കുന്ന ഒരൊറ്റ പവർ അതാണ്. കേരളത്തിലുണ്ടോ? ഇവിടുത്തെ എല്ലാ നിയമ സംവിധാനങ്ങളെയും അടക്കി ഭരിക്കുന്നത് രാജ്യത്തെ ക്രമസമാധാന ചുമതലയുള്ള ഗവൺമെൻറ് നിയമിക്കുന്ന DGP ആണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? നിങ്ങൾ ചിന്തിക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ചിന്തിക്കുന്നത്. ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെമന്റോയും ക്യാഷ് അവാർഡും കമ്മിറ്റി ഭാരവാഹികൾ വിതരണം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് CK മഹമ്മൂദ് ആജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി KP അബ്ദുൽ അസീസ് സ്കോളർഷിപ്പ് പദ്ധതി വിശദീകരണം നടത്തി. ഈ മഹല്ല് കമ്മിറ്റി കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു സർവേ നടത്തി. നമ്മുടെ നാട്ടിൽ ഫലപ്രദമായി നടന്നു വരുന്ന സർവേയിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ വിരലിലുണ്ടാവുന്നവർ മാത്രമാണ് സർക്കാർ സർവീസിലുള്ളത്. നമ്മൾ പരിശോധിച്ചപ്പോൾ കുറേ ഡോക്ടർമാർ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഡോക്ടർമാരുണ്ട് കുറേ, പക്ഷേ നേഴ്സുമാർ തുലവും കുറവാണ്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരേ ഇല്ല. അതുപോലെ മറ്റൊട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ വിരലിലുണ്ടാവുന്ന തൻ്റെ സ്വയം കഴിവുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതി നേടുകയും അതിനനുസരിച്ചുള്ള ജോലി നേടിയെടുക്കുകയും ചെയ്ത വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. നമ്മൾ ഒരുപാട് ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ കഴിയുന്ന ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. നമ്മൾ കാലം മാറുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ മതരംഗത്തും, ഇത് വിദ്യാഭ്യാസം മാത്രം നേടിയാൽ മതിയാവില്ല, മതരംഗത്തും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ക്വാളിറ്റിയുള്ള മനുഷ്യനായി നല്ല
ഇൻകം നേടുന്ന മനുഷ്യനായി, നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയേ തീരൂ. വിദ്യാഭ്യാസ വിംഗ് ചെയർമാൻ KM അഷ്കർ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആസ്പെയർ കൺവീനർ അബ്ദുൾ റസാഖ് മാസ്റ്റർ പ്രഥമ അപേക്ഷ സ്വീകരിച്ചു. മഹല്ല് ഖാസി ഡോക്ടർ മൻസൂർ ഹുദവി ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് OM അസീസ് മാസ്റ്റർ, PK ഇബ്രാഹിം ഹാജി, KP കുഞ്ഞമ്മദ്, മുബാറക് ഹുദഫി, P ഉസ്മാൻ ഹാജി, P മുസ്തഫ ഹാജി, പാറക്കണ്ടി മൊയ്തു, MC കരീം, OP മൂസ ഹാജി, VK നൌഷാദ് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വിംഗ് കൺവീനർ ജാസിം AK സ്വാഗതവും ഓഫീസ് സെക്രട്ടറി മുഹമ്മദ് ഷമ്മാസ് ഗസാലി നന്ദിയും പറഞ്ഞു. കുറച്ച് സാധനമാണ് നമുക്ക് വടകര സ്റ്റോർ പോയാ പോരെ? ആടെ ഹോൾസെയിൽ അല്ലേ അമ്മ? ആടെ റീറ്റെയിലും ഉണ്ട്. വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ. 8 ഉറുപ്പ്യക്ക് മഗ് നിങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങി തരുവാ? ചൂളിന് 40 ഉറുപ്പ്യുള്ളൂ. മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ് ഇതിൽ ഏതെടുത്താലും 110. 6 ലിറ്റർ ബാറ്ററി വാട്ടറിന് 65 ഉറുപ്പ്യ ഉള്ളൂ. ഇവരെങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നറിയോ? ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് ഇറക്കുന്നത് കൊണ്ടാ. ലൂക്കറിന്റെ ട്യൂബ് 99, ബൾബ് 35. 15 ഉറുപ്പ്യക്ക് ചെടിച്ചട്ടി നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടാനാ? ഇവിടുന്ന് ഏത് പില്ല് എടുത്താലും 50% ഡിസ്കൗണ്ട്. ഗ്യാസ് ലൈറ്ററിനില്ലേ 29 ഉള്ളൂ. 5 ലിറ്ററിന്റെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഡിറ്റർജന്റ് ഇത് ഏതെടുത്താലും 99 ഉള്ളൂ. വീട്ടിൽ പ്ലേറ്റിനുള്ള 25 ഉള്ളൂ. 5 ലിറ്ററിന്റെ ഫെനോയിലിന് വെറും 99. മൂപ്പിന് 49. വടകര സ്റ്റോർ, വടകരയുടെ സ്റ്റോർ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര.